ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്താണ് ക്രിമ്പിംഗ് മെഷീൻ, അതുപോലെ ക്രിമ്പിംഗ് മെഷീൻ കൊണ്ട് എന്താണ് ഉപകാരം, എങ്ങനെ നമുക്ക് ക്രിമ്പിംഗ് മെഷീൻ യൂസ് ചെയ്യാം, എന്തിന് യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. എന്താണ് ഡെപ്തായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് എന്താണെന്ന് അറിയാനുള്ളൊരു ഇതുണ്ടാകും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. എന്നാലും അത്യാവശ്യം നിങ്ങൾക്ക് ഈ മെഷീനെ കുറിച്ച് അറിയാനും അതുപോലെ തന്നെ മെഷീൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നും എന്തിന് യൂസ് ചെയ്യാമെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. ക്രിമ്പിംഗ് മെഷീൻ, ഈ ക്രിമ്പിംഗ് മെഷീൻ നമ്മൾ ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ ഹെയർ സ്റ്റൈല് നല്ല വോളിയം തോന്നിക്കാൻ, വോളിയില്ലാത്ത ഹെയർ വോളിയെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രിമ്പിംഗ് മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹെയറിനെ നമ്മൾ ക്രിമ്പ് ചെയ്ത് സ്റ്റൈൽ ചെയ്യുമ്പോൾ ഹെയർ ഒരു ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ല വോളിയം തോന്നിക്കും. വോളിയില്ലാത്ത ഹെയറുകളൊക്കെ നമുക്ക് വോളിയത്തിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് തീരെ വോളിയില്ലാത്തൊരു ഹെയറാണ് നമ്മുടെ കയ്യിൽ സ്റ്റൈൽ ചെയ്യാൻ കിട്ടിയതെങ്കിൽ ഈ ക്രിമ്പിംഗ് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ഇത്തിരി കൂടി വോളിയമാക്കി എന്നിട്ട് സ്റ്റൈൽ ചെയ്യുമ്പോൾ ഇത്തിരി കൂടി നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ക്രിമ്പിംഗ് മെഷീനിൽ നമുക്ക് രണ്ട് തരം പല്ലുണ്ട്. ചെറിയ പല്ലുള്ള ക്രിമ്പിംഗ് മെഷീൻ ഉണ്ട്, വലിയ പല്ലുള്ള ക്രിമ്പിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ അത് ചെറിയ പല്ലുള്ള ക്രിമ്പിംഗ് മെഷീൻ ചെയ്യുമ്പോൾ നമുക്ക് ഇത്തിരി എന്താ പറയുക, സ്റ്റൈൽ ചെയ്യാൻ നല്ലൊരു ഭംഗി ഉണ്ടാകും. വലിയ പല്ലുള്ള ക്രിമ്പിംഗ് മെഷീനും ഭംഗിയിലേക്കല്ല, പക്ഷേ അത് യൂസ് ചെയ്യുന്ന രീതി ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് കിട്ടും. അതിൻ്റെ വോളിയം കൂട്ടാനും ഓണാക്കിയിട്ട് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ക്രിമ്പിംഗ് മെഷീനുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ പല കമ്പനികളുടെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ കമ്പനികൾ നോക്കി വാങ്ങിയാൽ എല്ലാതും ഒരേപോലെ തന്നെയാണ്. വ്യത്യാസമൊന്നും അധികം ഇല്ല. നമ്മൾ യൂസ് ചെയ്യുന്ന രീതി ആണ് വ്യത്യാസം വരുന്നത് കേട്ടോ. ക്രിമ്പിംഗ് മെഷീൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. നിങ്ങൾ ചെറിയ ചെറിയ ലെയറുകളാക്കി എടുക്കണം. ഓരോ സെക്ഷൻ തിരിച്ചിട്ട് ആ ലെയറിൽ ഇതേപോലെ പ്രസ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ അത് ക്രിമ്പ് ഹെയർ ചെറിയ ലെയറായിട്ട് എടുക്കുക. ഇതേപോലെ കണ്ട നല്ല രീതിയിൽ ക്രിമ്പായി വോളിയം തോന്നിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതിങ്ങനെ വകഞ്ഞിടുമ്പോൾ കണ്ട വരുന്ന വോളിയം കണ്ട. അപ്പോൾ ഓരോ സെക്ഷൻ എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് വളരെ തിന്നായിട്ടുള്ള സെക്ഷൻ ആയിരിക്കണം എടുക്കേണ്ടത്. തിന്നായിട്ടുള്ള സെക്ഷൻ എടുത്താലാണ് നല്ല രീതിയിൽ ക്രിമ്പ് ആവുകയുള്ളൂ. ഇത്തിരി തിക്കിൽ സ്പീഡിൽ ചെയ്യാം, നമുക്ക് ഇത്തിരി തിക്കിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്ക് ക്രിമ്പാവില്ല. അപ്പോൾ വളരെ തിന്നായിട്ട് എടുക്കുക. ആ തിന്നായിട്ട് എടുത്ത് അത് ഇടുമ്പോൾ തന്നെ കാണുന്നില്ലേ വോളിയം വരുന്നത് കണ്ട ഹെയറിന്. അപ്പോൾ നല്ല വോളിയം കിട്ടും ചെയ്യും. നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യുകയും ചെയ്യാം. നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യാം. സെലിബ്രിറ്റീസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്രയും പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിലേക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് സെക്ഷനും എടുക്കാനും പറ്റും. ഓരോന്ന് ചെയ്യുമ്പോഴും അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. കണ്ടോ നല്ല വോളിയം ആയിട്ടുണ്ട് ഹെയർ. കോംബ് ചെയ്തിട്ടിട്ടാണ് ഞാനൊരു സൈഡ് മാത്രമാണ് ഇപ്പം നിങ്ങൾക്ക് ക്രിമ്പ് ചെയ്ത് കാണിച്ചേക്കണത്. ആ സൈഡ് തന്നെ നല്ല തിക്ക് തോന്നുന്നത് കണ്ടോ വോളിയം കണ്ടോ. അതാണ് അതിൻ്റെ വ്യത്യാസം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഹെയറിൽ തന്നെ ട്രൈ ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്